വേറെ ചില ചിന്താഗതികളുണ്ട്. അങ്ങനെയാണ് മനുഷ്യർ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. എൻ്റെ ലൈവിൽ ഇപ്പം വന്നതൊക്കെയും നല്ല ഒരു മനസ്സിൻ്റെ ഉടമകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സത്യമായിട്ടും എനിക്ക് ലൈവിൽ വരാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ നവംബറിലാണ് ചാനൽ, കഴിഞ്ഞ നവംബറിൽ എൻ്റെ സ്കൂൾ കുട്ടികളാണ് ചാനൽ തരുന്നത്. അവർ തന്നെ ഐഡിയ ഉണ്ടാക്കി തന്നു. ടീച്ചർ ചെയ്യണം എന്ന് പറഞ്ഞ് ലൈവ് ഉണ്ടാക്കി. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് ഇതുണ്ട്. അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൽ പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ട് മിസ് എന്നൊക്കെ പറഞ്ഞ് മിസ്സിനെ ആക്കാൻ ഞാൻ ആക്കിത്തരാം. അവൾ തന്നെ ആക്കി. അങ്ങനെ അവൾ വീഡിയോസ് ഇട്ടു. അപ്പോൾ ടീച്ചർ ഇത്രയൊക്കെ ഉണ്ടോ, ടീച്ചർ എന്നിട്ട് എന്താ ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അവളാണ് ഇനി ആ കൊച്ചുകുട്ടിയാണ് എനിക്ക് മോട്ടിവേഷൻ. അവളിൽ നിന്നാണ് എനിക്കുണ്ടായത്. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ഒത്തിരി വ്യൂസൊക്കെ വന്നു. അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ലൈവ് ചെയ്യാനുള്ള ഒരു ധൈര്യം, സത്യം പറയാം, ഇങ്ങനെ ലൈവ് യൂട്യൂബ് ചാനലിനെ കുറിച്ച് എനിക്ക് അങ്ങനെ യൂട്യൂബ് വരിക, ലൈവിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ സത്യം പറയട്ടെ, ചിലരൊക്കെ മോശമായിട്ട് പറയുന്നുണ്ട്, ചിലരൊക്കെ നല്ലതായിട്ടും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ഞാൻ ലൈവിൽ വന്നത്. എന്നോട് ഹസ്ബൻഡ് പറയും നീ ശ്രദ്ധിച്ച് ലൈവിൽ നിൽക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ അറിയാം എന്ന്, നിങ്ങൾ കേൾക്കണം അത് എന്നറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലൈവിൽ വന്നത് ഒരു ടീച്ചറായിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ലൈവിൽ വന്നത്. എന്തോ ഒരു ദൈവാധീനം, ദൈവകൃപ കൊണ്ടും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഇതൊക്കെ വേണം. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നല്ല നല്ല ആൾക്കാർ ഇനിയും വരട്ടെ. ആത്മാർത്ഥതയോടുകൂടി ലൈവ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് വലിയ ഒരു യൂട്യൂബർ ആകണം എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്.